ഹലോ ദിസ് ഈസ് റോബിൻ. നമ്മളിന്ന് പോകുന്നത് സ്പോക്കൺ ഇംഗ്ലീഷ് ഫോർ ബിഗിനേഴ്സിൻ്റെ 17ാം ഭാഗത്തിലേക്കാണ്. മുൻപുള്ള ഭാഗങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്ത് നോക്കാം. സ്പോക്കൺ ഇംഗ്ലീഷ് ഫോർ ബിഗിനേഴ്സ് പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. സ്പോക്കൺ ഇംഗ്ലീഷ് ഫോർ ബിഗിനേഴ്സിലെ ട്രെയിനിങ് സെഷൻസിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് ഒട്ടും അറിയാത്തവർക്ക് ജീവിത സാഹചര്യങ്ങളിൽ, അതായത് ജോലി സ്ഥലങ്ങളിലും യാത്രകൾ ചെയ്യുമ്പോഴും സഹായം ചോദിക്കാനും മറ്റുമൊക്കെ പെട്ടെന്ന് ഉപയോഗിക്കാനുള്ള ഇംഗ്ലീഷ് വാചകങ്ങളും യൂസേജസും പഠിക്കുക എന്നതാണ്. ഇതിൽ ഇംഗ്ലീഷ് ഗ്രാമർ എക്സ്പ്ലനേഷൻ ഞാൻ കാര്യമായിട്ട് പറയുന്നില്ല. എളുപ്പവഴിയിൽ ഇംഗ്ലീഷ് പഠിച്ച് ഉപയോഗിച്ച് തുടങ്ങുക എന്നതാണ് ലക്ഷ്യം. ഇനി നിങ്ങൾക്ക് ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഓഫർ ചെയ്യുന്ന ഒരു കംപ്ലീറ്റ് സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. ഈ ചാനലിലുള്ള എല്ലാ പ്ലേലിസ്റ്റുകളുടെ ലിങ്ക്സും അവിടെ കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷിൻ്റെ ബേസിക്സ് മുതൽ നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേറ്റീവ് ഗ്രാമർ പ്ലേലിസ്റ്റിലെ ട്രെയിനിങ് സെഷൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. ശ്രദ്ധിക്കുക, ഈ വീഡിയോ ജസ്റ്റ് കണ്ടുപോകാതെ എൻ്റെ ഒപ്പം പ്രാക്ടീസ് ചെയ്യുക. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉപയോഗിക്കുന്ന ടങ് ട്രെയിനിങ് മെത്തഡോളജിയാണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ ഒപ്പം ഉറക്കെ പ്രാക്ടീസ് ചെയ്യുക. നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് മുന്നോട്ട് പോവുക. ട്രെയിനിങ് സെഷൻ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ യൂട്യൂബ് കമൻറ്റ്സിൽ ചോദിക്കുക. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഇന്നത്തെ സിറ്റുവേഷൻ ഇതാണ്. ലേണിംഗ് ഇംഗ്ലീഷ്. ഞാനും എൻ്റെ ഫ്രണ്ട് സാമും തമ്മിലുള്ള കോൺവെർസേഷനാണ്. ലേണിംഗ് ഇംഗ്ലീഷ് എന്നതാണ് സബ്ജക്റ്റ് വരുന്നത്. സാം എന്നോട് പറയുകയാണ്, എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ട്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ട്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കാം. ശ്രദ്ധിക്കുക, പഠിക്കുക എന്ന വാക്ക് എന്താ? ഇവിടെ നമുക്ക് ലേൺ എന്ന വാക്ക് ഉപയോഗിക്കുന്ന സ്റ്റഡി അല്ല. കാരണം ഒരു കഴിവ് നേടാനുള്ള പഠനമാണ്. കഴിവ് നേടാനുള്ള പഠനത്തിന് നമ്മൾ ലേൺ എന്ന വാക്ക് ഉപയോഗിക്കുന്ന സ്റ്റഡി അല്ല. അപ്പോൾ ഇംഗ്ലീഷ് പഠിക്കുക, ലേൺ ഇംഗ്ലീഷ്. സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കാം. ഇംഗ്ലീഷ് പഠിക്കുക, ലേൺ ഇംഗ്ലീഷ്. എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ടെന്നല്ലേ അവൻ പറഞ്ഞത്. അപ്പം എങ്ങനെ പറയുക? ഇംഗ്ലീഷ് പഠിക്കുക, ലേൺ ഇംഗ്ലീഷ്. താല്പര്യമുണ്ട്, ആഗ്രഹമുണ്ട്, എന്തെങ്കിലും കാര്യം ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ട്, ആഗ്രഹമുണ്ടെന്ന് പറയാൻ ഐ ലൈക്ക് ടു പ്ലസ് ഫസ്റ്റ് ഫോം ഓഫ് വേർബ് അല്ലെങ്കിൽ ബേസ് ഫോം ഓഫ് ദ വേർബ് വെച്ച് സെൻറ്റൻസ് തുടങ്ങാം. ഐ ലൈക്ക് ടു ലേൺ ഇംഗ്ലീഷ്. എൻ്റെ ഒപ്പം പ്രാക്ടീസ് ചെയ്യുക. ഇംഗ്ലീഷ് പഠിക്കാൻ എങ്ങനെ പറഞ്ഞത്? ലേൺ ഇംഗ്ലീഷ്. എനിക്ക് താല്പര്യമുണ്ട്, ഐ ലൈക്ക് ടു ലേൺ. ഓക്കെ, എൻ്റെ ഒപ്പം പ്രാക്ടീസ് ചെയ്യുക. ഐ ലൈക്ക് ടു ലേൺ ഇംഗ്ലീഷ്. ഐ ലൈക്ക് ടു ലേൺ ഇംഗ്ലീഷ്. ഓക്കെ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? വാട്ട് ഷുഡ് ഐ ഡു? വാട്ട് ഷുഡ് ഐ ഡു? ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾക്കൊരു സമയത്ത് എന്തെങ്കിലും കാര്യം ചെയ്യണം, എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ലെങ്കിൽ നമുക്കൊരാളോട് ചോദിക്കാം, വാട്ട് ഷുഡ് ഐ ഡു? ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ട്, എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ട്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഐ ലൈക്ക് ടു ലേൺ ഇംഗ്ലീഷ്, വാട്ട് ഷുഡ് ഐ ഡു? അപ്പോൾ ഞാൻ പറയുകയാണ്, നിനക്ക് ഒന്നുകിൽ അത് സ്വയം പഠിക്കാം, അതല്ലെങ്കിൽ നിനക്ക് ഏതെങ്കിലും ലാംഗ്വേജ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോകാം. ശ്രദ്ധിക്കുക, സ്വയം, by yourself, by yourself. Okay, you can either learn it by yourself, you can either learn it by yourself, or you can go to a language training institute. You can either learn it by yourself or you can go to a language training institute. അപ്പോൾ സാം പറയാണ്, എനിക്ക് സ്വയം പഠിക്കാനാണ് താല്പര്യം. I like to learn it by myself. സ്വയം, myself. Okay, by myself. I like to learn it by myself. എനിക്ക് സ്വയം പഠിക്കാനാണ് താല്പര്യം. അപ്പോൾ ഞാൻ അവനോട് ചോദിക്കുകയാണ്, നിനക്ക് ഒരു ദിവസം ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി എത്ര സമയം ചെലവഴിക്കാൻ പറ്റും? നിനക്ക് ഒരു ദിവസം ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി എത്ര സമയം ചെലവഴിക്കാൻ പറ്റും? ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി, ഫോർ ലേണിംഗ് ഇംഗ്ലീഷ്. എന്തെങ്കിലും കാര്യം ചെയ്യാൻ വേണ്ടി, ചെയ്യുന്നതിനായി എന്നൊക്കെ പറയാൻ ഫോർ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഫോർ ലേണിംഗ് ഇംഗ്ലീഷ്, ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി. ചെലവഴിക്കുക എന്നെങ്ങനെ പറയുക? സ്പെൻഡ്. ഒരു ദിവസം, എ ഡേ. ഓക്കെ, ഹൗ മച്ച് ടൈം ക്യാൻ യു സ്പെൻഡ് എ ഡേ ഫോർ ലേണിംഗ് ഇംഗ്ലീഷ്? ഹൗ മച്ച് ടൈം ക്യാൻ യു സ്പെൻഡ് എ ഡേ ഫോർ ലേണിംഗ് ഇംഗ്ലീഷ്? സാം പറയാണ്, എനിക്ക് 1 മണിക്കൂർ ചെലവഴിക്കാൻ പറ്റും. ഐ ക്യാൻ സ്പെൻഡ് ആൻ അവർ എ ഡേ. എനിക്ക് ഒരു ദിവസം 1 മണിക്കൂർ ചെലവഴിക്കാൻ പറ്റും. സാം പറയാണ്, ഐ ക്യാൻ സ്പെൻഡ് ആൻ അവർ എ ഡേ. ഐ ക്യാൻ സ്പെൻഡ് ആൻ അവർ എ ഡേ. അപ്പോൾ ഞാൻ അവനോട് പറയാണ്, ശരി, നിനക്ക് ഷോർട്ട് സ്റ്റോറീസ് കേട്ടും അതുപോലെ സ്റ്റോറി ബുക്സ് വായിച്ചും തുടങ്ങാം. ഓക്കെ, യു ക്യാൻ സ്റ്റാർട്ട് ബൈ ലിസണിങ് ടു ഷോർട്ട് സ്റ്റോറീസ് ആൻഡ് റീഡ് സ്റ്റോറി ബുക്സ്. സാം ചോദിക്കുകയാണ്, അത് ശരിക്കും ഇംഗ്ലീഷ് പഠിക്കാൻ സഹായിക്കുമോ? ഡസ് ഇറ്റ് റിയലി ഹെൽപ്പ് ടു ലേൺ ഇംഗ്ലീഷ്? ഡസ് ഇറ്റ് റിയലി ഹെൽപ്പ് ടു ലേൺ ഇംഗ്ലീഷ്? അപ്പോൾ ഞാൻ പറയാണ്, അത് സഹായിക്കും. നീ റീഡിങ്ങും ലിസണിങ്ങും കുറച്ച് മാസങ്ങളിലേക്ക് ചെയ്തുകൊണ്ടിരിക്കണം. യെസ്, യു ഹാവ് ടു കീപ് റീഡിങ് ആൻഡ് ലിസണിങ് ഫോർ സം മന്ത്സ്. ശ്രദ്ധിക്കുക, ഒരു കാര്യം ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്ന് പറയാൻ കീപ്പ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. കീപ് പ്ലസ് ING ഫോം ഓഫ് വേർബ്. ഓക്കെ, യു ഹാവ് ടു കീപ് റീഡിങ് ആൻഡ് ലിസണിങ് ഫോർ സം മന്ത്സ്. അപ്പോൾ സാം പറയാണ്, അപ്പോൾ ഇംഗ്ലീഷിലുള്ള യൂട്യൂബ് വീഡിയോസിൻ്റെ കാര്യമോ? ഹൗ അബൌട്ട് യൂട്യൂബ് വീഡിയോസ് ഇൻ ഇംഗ്ലീഷ്? ഹൗ അബൌട്ട് യൂട്യൂബ് വീഡിയോസ് ഇൻ ഇംഗ്ലീഷ്? അപ്പോൾ ഞാൻ പറയാണ്, ഇംഗ്ലീഷിലുള്ള യൂട്യൂബ് വീഡിയോസ് കാണുന്നത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. നിനക്ക് വീഡിയോ കാണുന്ന സമയത്ത് സബ് ടൈറ്റിൽസും വായിക്കാം. വാച്ചിങ് യൂട്യൂബ് വീഡിയോസ് ഇൻ ഇംഗ്ലീഷ് വിൽ ബി റിയലി യൂസ്ഫുൾ.
You can read the subtitles while watching the video. അപ്പോൾ സാം പറയാണ്, ഞാൻ ഏതുതരം വീഡിയോസാണ് കാണേണ്ടത്? What kind of videos should I watch? ഞാൻ പറയാണ്, അത് നിൻ്റെ താല്പര്യങ്ങളെ ആശ്രയിച്ചിരിക്കും. നിനക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമാണോ? It depends on your interest. അതിനെ ആശ്രയിച്ചിരിക്കും. താല്പര്യങ്ങൾ, ഇൻട്രസ്റ്റ്. It depends on your interest. Do you like traveling? സാം പറയാണ്, എനിക്കിഷ്ടമാണ്. Yes, I like traveling. അപ്പോൾ ഞാൻ പറയാണ്, എന്നാൽ നിനക്ക് യൂട്യൂബിലുള്ള ട്രാവൽ വീഡിയോസ് കണ്ടു തുടങ്ങാം. മോട്ടിവേഷണൽ വീഡിയോസിൻ്റെ കാര്യം എങ്ങനെയാണ്? Then you can start by watching travel videos on YouTube. How about motivational videos? എനിക്ക് അവയും ഇഷ്ടമാണ്. I like them too. അപ്പോൾ ഞാൻ പറയാണ്, നിനക്ക് എന്താണോ ഇഷ്ടം അത് നിനക്ക് കാണാം. Whatever you like, you can watch it. അപ്പോൾ ഇന്നത്തെ ട്രെയിനിങ് സെഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ട്രെയിനിങ് സെഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. അതെനിക്ക് വളരെ ഇൻസ്പയറിംഗ് ആണ്. മറ്റുള്ളവർക്കും ഈ ട്രെയിനിങ് സെഷൻ യൂസ്ഫുൾ ആവും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ട്രെയിനിങ് സെഷൻ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുകയും ചെയ്യാം. ശ്രദ്ധിക്കാൻ, ഞാൻ ഓൺലൈൻ കോഴ്സസ് ഓഫർ ചെയ്യുന്നുണ്ട്. 900 rupees തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതൊരു സെൽഫ് സ്റ്റഡി പ്രോഗ്രാമാണ്. നിങ്ങൾക്ക് മലയാളത്തിൽ മനസ്സിലാലോചിക്കുന്ന കാര്യങ്ങൾ തെറ്റുകൾ കൂടാതെ ഇംഗ്ലീഷിൽ കിട്ടാനുള്ള ട്രെയിനിങ് ആണ്. അത്യാവശ്യം ഒരാളോട് ചോദ്യം ചോദിക്കാനും ഒരാൾ ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയാനും മലയാളത്തിൽ ആലോചിക്കുന്ന കാര്യങ്ങൾ ഇംഗ്ലീഷിൽ തെറ്റുകൂടാതെ എഴുതാനും ഉള്ള സ്കിൽസാണ് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുക. 900 rupees വരുന്ന സെൽഫ് സ്റ്റഡി പ്രോഗ്രാമാണ്. അതുകൂടാതെ പ്രോ ലെവൽ കോഴ്സ് ലെവൽ 1 and 2 അവൈലബിൾ ആണ്. പ്രോ ലെവൽ കോഴ്സ് ലെവൽ 1 ഒരു പേഴ്സണൽ ട്രെയിനറിൻ്റെ ചാറ്റ് സപ്പോർട്ട് ഉണ്ടാവും. ലെവൽ 2 കോഴ്സിൽ ചാറ്റ് സപ്പോർട്ട് കൂടാതെ ലിമിറ്റഡ് നമ്പർ ഓഫ് ടെലിഫോണിക് സപ്പോർട്ട് സെഷൻസും അവൈലബിൾ ആണ്. കോഴ്സിൻ്റെ കൂടെ നിങ്ങൾക്ക് ഞാൻ ഓതറായിട്ടുള്ളൊരു സ്പോക്കൺ ഇംഗ്ലീഷ് ബുക്കിൻ്റെ ഇ-ബുക്ക് PDF ഫോർമാറ്റ് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് പുസ്തകം മാത്രമായിട്ട് വാങ്ങണമെങ്കിൽ 200 തൊട്ട് അവൈലബിൾ ആണ്. ഇ-ബുക്ക് PDF ഫോർമാറ്റിന് 200 രൂപ വരുന്നുള്ളൂ. നിങ്ങൾക്ക് ലോകത്ത് എവിടെ നിന്ന് ഓർഡർ ചെയ്യാം. ഒറിജിനൽ ബുക്കിന് 300 രൂപയാണ്. കേരളത്തിനുള്ളിൽ ഷിപ്പിങ്ങിന് 50 രൂപ ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട്. ടോട്ടൽ 300 + 50 350 രൂപയാണ് ഒറിജിനൽ ബുക്കിന് കേരളത്തിൽ ഷിപ്പിങ്ങിന് വരുന്നത്. ഇ-ബുക്ക് 200 രൂപയാണ് വരുന്നത്. നിങ്ങൾക്ക് ലോകത്ത് എവിടെ നിന്ന് വേണമെങ്കിലും ഓർഡർ ചെയ്യാം. ശ്രദ്ധിക്കുക, നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലുള്ള ട്രെയിനിങ് സെഷൻസ് നിങ്ങൾക്ക് ഇനി കാണണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലിൽ ക്ലിക്ക് ചെയ്യുക. റെഗുലറായിട്ട് ക്വാളിറ്റി ട്രെയിനിങ് സെഷൻസ് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ ദാറ്റ് ഇസ് ഓൾ ഫോർ ടുഡേ. ഐ വിൽ ബി ബാക്ക് വിത്ത് ദ നെക്സ്റ്റ് ട്രെയിനിങ് സെഷൻ സൂൺ. ബൈ.